നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ ടോർഷൻ ഇക്വേഷൻ ഡെറിവേഷൻ ആണ് പറയുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ ടോർഷൻ ഇക്വേഷൻ ടോർക്ക് കണ്ടുപിടിക്കണം, അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ടോർഷൻ എന്ന് പറയുന്നത്? ടോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ബോഡിയുടെ ഒരു എൻഡിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ആ ബോഡി മൊത്തത്തിൽ ഒരു ട്വിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ട്വിസ്റ്റിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ, ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ലോങ്ജിറ്റ്യൂഡൽ ആക്സിസിന് അബൌട്ട് വേണ്ടി ഇപ്പോൾ ഫിക്സ്ഡ് ആവാം. അപ്പോൾ ആ ലോങ്ജിറ്റ്യൂഡൽ ആക്സിസിന് അബൌട്ടായിട്ട് നമ്മളൊരു ട്വിസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ആ ട്വിസ്റ്റ് എഫക്റ്റിനെയാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ടോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് വെച്ചാൽ അത് മൊത്തത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്യും ആ ബോഡി. ഒരു സൈഡ് ഒരു എൻഡ് ഒരു ഡയറക്ഷനിലേക്ക്, മറ്റേ ഡയറക്ഷനിലേക്ക് ഒരിക്കലും മൂവ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും സ്ഥാനത്തെ വെച്ച് തിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ഒരു എൻഡിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് കൊടുക്കുന്നതിൽ അപ്പുറത്തെ എൻഡ് എന്തായിരിക്കും, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് എഫക്റ്റ് ആയിരിക്കും. അത് അങ്ങനെ നിൽക്കാനായി ശ്രമിക്കാം. സോ ഈ ഒരു എഫക്റ്റിനാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു ബാർ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ബാർ കൺസിഡർ ചെയ്യാണ്. ആ ബാറിൻ്റെ ലോങ്ജിറ്റ്യൂഡൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ്, ഇപ്പോൾ ആ ഒരു റൊട്ടേറ്റിംഗ് ഇതെന്ന് പറഞ്ഞൊരു മൊമെൻറ്റ് പോലെ അല്ലേ ഇരിക്കാം, ആ ഒരു മൊമെൻറ്റിനെയാണെങ്കിൽ ആ ഒരു ട്വിസ്റ്റിംഗ് മൊമെൻറ്റിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ മൊമെൻറ്റ് എന്താണെന്ന് പഠിച്ചായിരുന്നു. സോ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ് ആണ്. അത് ബോഡിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ, മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നില്ല. പക്ഷെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊമെൻറ്റ്, അതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ആണ് അതിനെ നമ്മൾ ടോർക്ക് എന്ന് പറയും. അതല്ലാതെ ഇപ്പോൾ നമ്മളൊരു ബീമിൽ ഒരു മൊമെൻറ്റ് ആക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ബീം കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു മൂവ്മെൻ്റ് ആയിട്ട് ഈ ബെൻഡിങ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതിന് നമ്മൾ മൊമെൻറ്റ് എന്ന് പറയും. മൊത്തത്തിൽ ആ ബോഡിക്ക് റൊട്ടേഷൻ എഫക്റ്റ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ ടോർക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് തന്നെ എടുക്കുകയാണ്. ഇതൊരു ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ മീറ്റർ ഒക്കെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോഡീനെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷാഫ്റ്റുകളൊക്കെ, വണ്ടികളിലെ ഷാഫ്റ്റ് അല്ലെങ്കിൽ മെഷീൻ പാർട്സിൻ്റെ ഷാഫ്റ്റ്, അതിനൊക്കെ ഈ ടോർക്ക് ആയിരിക്കും എഫക്റ്റ് വരുന്നത്. ടോർക്ക് എഫക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ഷാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയാണ് അല്ലേ. സോ അതിനകത്ത് എപ്പോഴും ടോർക്ക് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കാരണം എന്താ പറ്റുന്നത്, ആ ഒരു ബോഡിയിൽ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും അല്ലേ. അതിൽ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, അതേപോലെ മെറ്റീരിയലിൽ ഷിയർ സ്ട്രെയിൻ ഉണ്ടാവും. സോ അങ്ങനെ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും ഒക്കെ ഈ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കാരണം ആ ബോഡിയിൽ ഡെവലപ്പ് ആവും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യം ഈ ടോർഷൻ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഈ ടോർഷൻ ഇക്വേഷൻ്റെ എയിം എന്ന് പറയുന്നത് ആ ഒരു ബോഡിയിൽ ഈ ഷാഫ്റ്റ് ആണെങ്കിലും ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും അതിലുണ്ടാകുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ടോർഷൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സോ എല്ലാത്തിൻ്റെയും പോലെ തന്നെ ടോർഷൻ ഇക്വേഷനും കുറേ അസംഷൻസ് ഉണ്ട്. ആ ഒരു ഡെറിവേഷന് മുമ്പായിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്, പഠിക്കണം. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയൽ, ആ ഒരു ഷാഫ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഷാഫ്റ്റിൻ്റെ മെറ്റീരിയൽ യൂണിഫോം ആയിരിക്കും ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്. ദെൻ അതിന് കൊടുക്കുന്ന ട്വിസ്റ്റ്, അതിനകത്ത് കൊടുക്കുന്ന ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ദെൻ അത് മൊത്തത്തിൽ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ആൻഡ് അതിൻ്റെ സെക്ഷൻ ട്വിസ്റ്റിന് മുമ്പും ട്വിസ്റ്റ് കഴിഞ്ഞും പ്ലെയിൻ ആയിരിക്കും അതിൻ്റെ സെക്ഷൻസ്. അതിൻ്റെ റേഡിയസ്, ഓൾ റേഡിയ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും. ബിഫോർ ട്വിസ്റ്റിങ്ങും ആഫ്റ്റർ ട്വിസ്റ്റിങ്ങും അത് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇത്രയാണ് അതിൻ്റെ അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഓക്കെ, നമുക്ക് ടോർഷൻ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചെയ്തു. അതിനായിട്ട് നമ്മളൊരു ഷാഫ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്. എ എന്ന് പറഞ്ഞ എൻഡ് ഫിക്സ്ഡ് ആണ്, ബി എന്ന് പറയുന്ന എൻഡ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഒരു ലൈനാണ് സി ഡി എന്ന് പറയുന്നത്. ഇത് ഷാഫ്റ്റിൻ്റെ, ഇതിപ്പോൾ നമ്മൾ സൈഡിൽ നോക്കുന്ന പോലാണ് കേട്ടോ. സോ ഈ ഷാഫ്റ്റിൻ്റെ ഇതിലുള്ള ഒരു ലൈനാണ് സി ഡി എന്ന് പറയുന്നത്. ഔട്ടർ സർഫസിലുള്ള ഒരു ലൈനാണ് സി ഡി എന്ന് പറയുന്നത്, അതിൻ്റെ ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിൽ ഒരു ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക് നമ്മൾ കൊടുക്കുകയാണ്. ടോർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, നമ്മളൊരു ടോർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഷാഫ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ആവും, നിശ്ചയമായിട്ട് ഒരു റൊട്ടേഷൻ വരും. റൊട്ടേഷൻ വരുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, ഇത് ഇനിഷ്യലി ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു, ഈ ഒരു പൊസിഷനിലാണ് സി ഡി എന്ന് പറയുന്ന ലൈൻ. ഇനി മൊമെൻറ്റ് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇതൊന്ന് തിരിഞ്ഞു അല്ലേ. തിരിയുമ്പോഴത്തേക്കും എന്താവും, ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ആവും. ഈ സി ഡി എന്ന് പറയുന്നത് സി ഡി ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മാറി. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് ചരിഞ്ഞിരിക്കുക അല്ലേ. തിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്, നേരെ ഇരിക്കുന്ന സാധനം ഒന്ന് ചരിഞ്ഞു. സോ ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സി ഡി ഡാഷ് ആണ്. ഓക്കെ, സോ ക്രോസ് സെക്ഷൻ നമ്മളിത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് സംഭവം ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് അത് ഇവിടേക്ക് എത്തി. ദെൻ ഇപ്പം എന്താ പറ്റുന്നത്, നമ്മൾ പറഞ്ഞു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ മെറ്റീരിയലിൽ ഷിയർ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. അതായത് എല്ലാ ക്രോസ് സെക്ഷനിലും ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എല്ലാ സെക്ഷനിലും ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. നോക്കി ഇതിനകത്തെ ഈ ഒരു ആംഗിൾ നോക്കി, സി ഡി ഇനിഷ്യൽ പൊസിഷനായിരുന്നു, ട്വിസ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും അത് സി ഡാഷിലേക്ക് പോയി. സോ ഈ ഒരു ആംഗിൾ നമ്മൾ ഫൈ എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫൈ ആണ് നമ്മുടെ ഷിയർ സ്ട്രെയിൻ. ആൻഡ് ക്രോസ് സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, എത്ര ദൂരം ആ ഒരു ട്വിസ്റ്റ് ആയിരുന്നത്.
ഔട്ടർ സർഫസിൽ കാണിച്ചിരിക്കുന്ന ഷിയർ സ്ട്രെയിനും ഇന്നർ സർഫസിൽ കാണിച്ചിരിക്കുന്ന തീറ്റ ക്രോസ് സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് അതിന്റെ ആംഗിൾ ഓഫ് ട്വിസ്റ്റുമാണ്. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഷാഫ്റ്റിന്റെ റേഡിയസ് R ആണ്, അതിന്റെ റേഡിയസ്, ലെങ്ത് ആണ് L ആണ് അതിന്റെ ലെങ്ത്, T എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് ആണ്, ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ്, ദെൻ C ആണെന്ന് പറയുന്നത് അതിന്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി, phi ദാറ്റ് ഇസ് ഈ ഒരു ആംഗിൾ ഡി സി ഡാഷ് എന്ന് പറയുന്നത് അതിന്റെ ഷിയർ സ്ട്രെയിൻ ഈക്വൽ ആണ്, ദെൻ തീറ്റ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഡെറിവേഷൻ എടുക്കാൻ പോകുന്നത്. ഡെറിവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫൈ എന്ന് പറയുന്നത് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു അല്ലേ. സോ ഷിയർ സ്ട്രെയിൻ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കി നിങ്ങൾ എ എന്ന് പറഞ്ഞൊരു ഫിഗർ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഷിയർ സ്ട്രെയിനെ എങ്ങനെ എഴുതാം? ഷിയർ സ്ട്രെയിൻ അറ്റ് ദി ഔട്ടർ സർഫസ്, ഔട്ടർ സർഫസിലുള്ള ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇസ് ഈക്വൽ ടു ഫൈ ആണെന്ന് പറഞ്ഞു അല്ലേ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ട്രയാംഗിളിൽ നിന്നും ഷിയർ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സി ഡി ആണ് അല്ലേ. സി ഡി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ്. ഓക്കെ, ദെൻ ഈ ഒരു ഫിഗറിൽ നിന്ന്, ക്രോസ് സെക്ഷൻ ഫിഗറിൽ നിന്നും ആർക്ക് ലെങ്ത് ഡി ഡി ഡാഷിന് നമുക്ക് എങ്ങനെ എഴുതാം? ആർക്ക് ലെങ്ത് ഡി ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എന്താണ്? റേഡിയസ് ഇൻറ്റു തീറ്റ ആണ് അല്ലേ. റേഡിയസ് ഒ ഡി ഇൻറ്റു തീറ്റ. റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്, ആർ ഇൻറ്റു തീറ്റ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഡി ഡാഷിന് പകരം നമ്മൾ ആർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഷിയർ സ്ട്രെയിൻ ഫൈ ഇസ് ഈക്വൽ ടു ആർ തീറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ എന്താ പഠിച്ചത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോഡുലസ് ഓഫ് റിജിഡിറ്റി സി ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഷിയർ സ്ട്രെസ്സിൽ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി ബോഡി, റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു എന്തായിരുന്നു? ഷിയർ സ്ട്രെയിൻ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലെ. അതിൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. സോ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ബൈ ഷിയർ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ആണ് എന്തെന്ന് പറയുന്നത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോ ആണ്. ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ടോ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സി ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞ നമുക്ക് ഇക്വേഷൻ കിട്ടിയപ്പം ആർ തീറ്റ ഡിവൈഡഡ് ബൈ എൽ അല്ലേ. സോ ഇതിനെ നമ്മൾ ഒന്നും റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു എൽ ബൈ ആർ തീറ്റ, ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി അറേഞ്ച് ചെയ്യാണ്. ദെൻ സി തീറ്റ ബൈ എൽ ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ആർ. നമുക്ക് ഈ ഒരു സംഭവങ്ങൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് അറേഞ്ച് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സോ ഇതിൽ നിന്ന് നമുക്ക് ടോയിനെ എങ്ങനെ എഴുതാം? ടോ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സി ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, സോ ഫോർ എ ഗിവൺ ഷാഫ്റ്റ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഷാഫ്റ്റിൽ ഫോർ എ ഗിവൺ ഷാഫ്റ്റ് subjected to torque T, subjected to torque T, T എന്നൊരു ട്വിസ്റ്റ് മൂവ്മെന്റ് സബ്ജക്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റിൽ സി തീറ്റ ആൻഡ് എൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ഒരു ഷാഫ്റ്റിൽ ടി എന്ന അതിന്റെ മെറ്റീരിയലിൽ ടോർക്ക് ആണെങ്കിൽ അതിന്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എൽ അല്ല എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്? ടോ ഇസ് ഈക്വൽ ടു ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ദാറ്റ് ഈസ് ഒരു സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിന്റെ റേഡിയസ്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ്, ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ലെയർ ഇരിക്കുന്നത്, അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടുത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ഷാഫ്റ്റിന്റെ ഒരു പർട്ടിക്കുലർ സെൻട്രൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റ് എടുക്കാമെന്ന് വിചാരിക്കാം. സോ അവിടുത്തെ ഷിയർ സ്ട്രെസ് ക്യൂ ആണെന്ന് വിചാരിക്കാം. ക്യൂ ആണ് അവിടെ ഡെവലപ്പ് ചെയ്ത ഷിയർ സ്ട്രെസ്. ഓക്കെ, അതെന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇൻഡ്യൂസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി സെൻറ്റർ ഓഫ് ഷാഫ്റ്റ്. സെൻറ്റർ ഓഫ് ദി ഷാഫ്റ്റിൽ നിന്നും 6 ഡിസ്റ്റൻസ് മാറി നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ആ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്ത ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ എന്ന് എഴുതാം അല്ലേ. കാരണം എന്താണ്? ടോയും ആറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ. ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് എന്താണ്? ഷിയർ സ്ട്രെസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഫൈനലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോ ബൈ ആർ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ നോക്കി സി തീറ്റ ബൈ എല്ലിന് ഈക്വൽ നമ്മൾ കണ്ടുപിടിച്ചാൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ക്യൂ ബൈ ആർ എഴുതാം. ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഷിയർ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. ഓക്കെ, സോ ഷിയർ സ്ട്രെസ് നമുക്ക് എവിടെയെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു ഷാഫ്റ്റിന്റെ ടി വാല്യൂ, സി വാല്യൂ, തീറ്റ എല്ലൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഏതൊരു പോയിന്റിൽ വേണമെങ്കിലും ഷിയർ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഷിയർ സ്ട്രെസ് അറ്റ് എനി പോയിന്റ് ഇൻ ദി ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഈസ് പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. പ്രൊപ്പോർഷണൽ
to the distance from the axis of the shaft. Shaft സെൻറ്ററിൽ നിന്നും സെൻറ്ററിൽ ആക്സ് ഉണ്ട്, ആ സെൻറ്ററിൽ നിന്നും ഏത് പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആ പോയിന്റിലുള്ള ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസിൽ നിന്ന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സോ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ടോർഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡെറിവേഷൻ വളരെ സിമ്പിൾ ഡെറിവേഷൻ അല്ല, ഒന്നുമില്ല. നമ്മൾ ഷാഫ്റ്റ് എടുക്കുന്നു, അതിൻ്റെ ഒരു എൻഡിൽ ടോർക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ടോർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുകയാണ്. ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചു ദെൻ അതിനെ നമുക്കിപ്പം ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്, ടോ ആർ, ഏറ്റവും ഔട്ടർ സർഫസിൽ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ. സോ ടോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കിട്ടി, ടോ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ അത് വെച്ച് നമ്മൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ. ഇതാണ് നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ നോട്ടിലേക്ക് എഴുതാം. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഇക്വേഷൻ പഠിക്കണം. നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ പഠിച്ചിട്ട് എം ബൈ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ എന്ന്. അതേപോലെ തന്നെയാണ് ടോർഷണൽ ഇക്വേഷൻ, ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. സോ ഈ ഇക്വേഷൻ ഡെറിവേഷൻ പഠിക്കാം. ഓക്കെ.